السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനൊരു എളുപ്പവഴിയുടെ ഡിപ്ലോമ സെഷൻ രണ്ടാം ആഴ്ച ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അതോടൊപ്പം കൺഗ്രാറ്റുലേഷൻ, മബ്രൂക്ക്. നമ്മൾ അന്ന് തുടങ്ങിയ ഈ ക്ലാസ് ഇന്നും സജീവമായി കൊണ്ടുപോകാനും അതിൽ ഭാഗവാക്കാകാനും പഠിക്കാനും ഈ ഒരു തലത്തിൽ ഒരു ദർജയിൽ ആ ഒരു പ്രത്യേക സ്ഥാനത്ത്, പദവി എന്ന് തന്നെ ഞാൻ പറയാം, ആ പദവിയിൽ എത്തിച്ചേരാനും അള്ളാഹു നിങ്ങൾക്ക് അതിയായ അനുഗ്രഹം നൽകിയിരിക്കുന്നു, തൗഫീക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുന്നത് പോലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ തൗഫീക്ക് കിട്ടിയിട്ടുമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മബ്രൂക്ക് പറഞ്ഞത്, കൺഗ്രാജുലേഷൻ പറഞ്ഞു. പേരുകൾ എണ്ണി പറയാൻ പറ്റും. എനിക്ക് ലിസ്റ്റ് കാണാം, ഞാൻ പേര് വായിക്കുന്നില്ല. ഞാൻ പറയുന്നത് വളരെയധികം അനുഗ്രഹീതരാണ് നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളോട് പ്രത്യേകം ഉണർത്തേണ്ടതുണ്ട്, പ്രത്യേകം നിങ്ങളെ പ്രശംസിക്കേണ്ടതുണ്ട്. കാരണം ഈ തിരക്കിനിടയിലും ഈ സമയത്ത് ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ 7:20 ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും 7:20 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും കൃത്യമായി നിങ്ങളത് ശ്രദ്ധിക്കുന്നു, ക്ലാസ് വാച്ച് ചെയ്യുന്നു. പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യണം, പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ട് എന്നതിനെ തന്നെ വളരെ അഭിനന്ദനാർഹമാണ് ആയി കണക്കാക്കും. നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ ഭാഗവും പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും അധിക പഠനം എന്ന് തന്നെ പറയാം. ഭാഷ മനസ്സിലാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെയും നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കുന്നതെല്ലാം അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംഗതിയാണ്, ഭാഷയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംഗതിയാണ്. അപ്പോൾ മനസ്സിലാകുന്നതിൻ്റെ തോത് വർദ്ധിക്കുകയും മനസ്സിലാകുന്നതിൻ്റെ ആഴം വർദ്ധിക്കുകയും ചെയ്യും. അതാണ് ഖുർആൻ പഠനം. നമുക്കിന്ന് തുടക്കം ഖുർആൻ കൊണ്ട് തന്നെ ആകട്ടെ. സൂറത്ത് അബസ് 10 സൂക്തങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 11 മുതൽ 19 വരെയുള്ള സൂക്തങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ക്ലാസ് എടുക്കുമ്പോഴും നമസ്കാരത്തിലും ഒക്കെ പാരായണം ചെയ്യുമ്പോഴൊക്കെ നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പറഞ്ഞു വരുന്ന ഒരു വിഷയം പൂർത്തീകരിക്കുക എന്നതാണ്. ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം ഭാഗികമായി മാത്രമേ പൂർത്തീകരിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره
വരെയാണ് അതിൻ്റെ ഭാഗം. പക്ഷെ നാം കോഴ്സ് ഡിവൈഡ് ചെയ്തപ്പോൾ അതിൻ്റെ വരികളും പദങ്ങളുടെയും എണ്ണം കണക്കാക്കിയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പഠിക്കുന്ന എളുപ്പത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. കല്ല ഇന്നഹാ തദ്കിറ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഗ്രാമർ ഉണ്ടോ എന്ന് നോക്കാം. ഗ്രാമർ നോക്കുന്നതിന് മുമ്പ് നമ്മൾ പദാനുപദാർത്ഥം നോക്കണം. പക്ഷേ എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട ഗ്രാമർ കല്ല ഇന്നഹാ തദ്കിറത്തുൻ, ഇതിൽ എടുത്തു പറയേണ്ട, അതായത് എല്ലാം ഗ്രാമർ പരമായിട്ടാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. അതായത് ഭാഷയിൽ ഗ്രാമർ ഉണ്ടാകുമല്ലോ, വ്യാകരണം ഉണ്ടാകും, പ്രാസം ഉണ്ടാകും, അതിന് വേറെ വചനശാസ്ത്രം, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഭാഷാശാസ്ത്രം എന്നൊക്കെ പറയും, ഇൽമുൽ ബലാഗ. ഫമൻ ശാഅ ദക്കറഹു, അവിടെയും എടുത്തു പറയത്തക്ക രീതിയിൽ ഗ്രാമർ ഇല്ല. ഫീ സുഹുഫിൻ മുകറമത്തിൻ എന്നിടത്ത് നമുക്കറിയാം, നാം പഠിച്ച കസ്ർ വരുത്തുന്ന പദവും കസ്ർ ചെയ്യപ്പെട്ട പദവുമുണ്ട്. അപ്പോ ഫീ വന്നത് കൊണ്ടാണ് സുഹഫിന് കസ്ർ വന്നത്. സുഹഫിന്റെ വിശേഷണമാണ് മുകറമത്തിൻ എന്നത്. അപ്പൊ അവിടെ ഒരു വ്യത്യാസമുള്ളത്, സുഹഫ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പുല്ലിംഗമായിട്ട് തോന്നും, പക്ഷെ അത് സ്ത്രീലിംഗമായിട്ടാണ് ഭാഷയിൽ പരിഗണിക്കുന്നത്. കാരണം ബഹുവചനമായതുകൊണ്ട്. ബഹുവചനങ്ങൾ ഭാഷയിൽ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് മുകറമത്തിൻ എന്ന സ്ത്രീലിംഗ പദം കൊണ്ട് സുഹഫിനെ വിശേഷിപ്പിച്ചത്. സുഹഫിന്റെ തന്നെ അടുത്ത വിശേഷണമാണ് മർഫൂഅത്ത് മുതഹ്ഹറത്ത്. അപ്പോ മർഫൂഅത്തും മുതഹ്ഹറത്തും അതേ രീതിയിൽ തന്നെ അതേ അടയാളങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടു. ബി ഐദി എന്നിടത്ത് നമുക്ക് ബി വന്നതിന്റെ അടയാളം കാണാൻ പറ്റില്ല. കാരണം ഐദി എന്നതിന്റെ അവസാനം ദുർബലാക്ഷരമായ യായാണ്. ബി ഐദി സഫറത്തിൻ, സഫറത്തിനെ ഐദിയെ സഫറത്തിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. അപ്പൊ ഇളാഫത്ത് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ സംബന്ധിക വിഭക്തി പ്രകാരം ചേർത്തത് കൊണ്ടാണ് സഫറത്തിന് കസ്ർ വന്നത്. സഫറത്തിന്റെ വിശേഷണമാണ് കിറാം. സഫറത്ത് ബഹുവചനമായതുകൊണ്ട് ആ ബഹുവചനത്തിനെയാണ് കിറാമായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം സഫറത്ത് ബഹുവചനമാണ്, അവിടെ സ്ത്രീലിംഗമല്ല അത്. പിന്നെ ബററത്ത് എന്നതും സഫറത്തിന്റെ വിശേഷണമാണ്. അപ്പോൾ സഫറത്തിന്റെ അതേ അടയാളങ്ങൾ തന്നെ കിറാമിന് വന്നു, അതേ അടയാളങ്ങൾ തന്നെ ബററത്തിന് വന്നു. ഖുതിലൽ ഇൻസാനു എന്നിടത്ത് വ്യാകരണം നാം പഠിച്ചിട്ടില്ല. മ അക്ഫറഹു, അക്ഫറ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവനാക്കി, അല്ലെങ്കിൽ നിഷേധിയാക്കി, നിഷേധിപ്പിച്ചു. കഫറ നിഷേധിച്ചു, അക്ഫറ നിഷേധിയാക്കി. അപ്പൊ അവിടെ അക്ഫറഹു എന്നത് അക്ഫറയുടെ അവസാനത്തിൽ വന്ന സർവനാമം കർമ്മമായിരിക്കും. മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, അത് നമുക്ക് എടുത്തു പറയത്തക്ക വ്യാകരണങ്ങളില്ല. ഖലഖഹു നാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. മിൻ നുത്ഫത്തിൻ, മിൻ വന്നത് കൊണ്ട്, അല്ല ഇവിടെ മിൻ അയ്യി ഷൈഇലെ മിൻ വന്നത് കൊണ്ട് അയ്യിന് കസ്ർ വന്നു കേട്ടോ. അയ്യിന് ശേഷമുള്ളത് എപ്പോഴും കെസറുള്ള പദമായിരിക്കും. അയ്യിന് ശേഷം വരുന്നത് എപ്പോഴും എന്താണ്? നിർബന്ധ ഇളാഫത്തായിരിക്കും. അതിന് ശേഷം വരുന്നതിന് കെസറായിരിക്കും. അയ്യിഷേ മിൻ നുത്ഫത്തിൻ, നുത്ഫത്തിന് കെസർ വരാൻ കാരണം മിൻ വന്നതുകൊണ്ട്. ഖലഖഹു നേരത്തെ പറഞ്ഞതുപോലെ ഖദ്ദറഹുവും അവസാനം സർവനാമം വന്നത്, സർവനാമം ചേർന്ന് വന്നത് കർമ്മമായിട്ട്. ഇങ്ങനെ വളരെ ലളിതമായ നമ്മൾ ഇതുവരെ പഠിച്ച വ്യാകരണങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ഭാഗമാണ് ഇത്. ഒരെണ്ണം നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. കല്ല യുടെ അർത്ഥം നമുക്കറിയാം. കല്ല അങ്ങനെയല്ല. ഇന്നഹ തദ്കിറത്തുൻ,
ഇന്നഹ ഇന്നഹ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചയമായും അവൾ എന്നാണ്. പക്ഷെ ഇവിടെ ഇന്നഹ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? തീർച്ചയായും അത് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഖുർആനെ കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്നഹ പല സ്ഥലങ്ങളും ജാലിക്കൽ കിതാബ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ജാലിക്കൽ കിതാബ്. അവിടെ ജാലിക്ക എന്ന് പറഞ്ഞപ്പോ അത് എന്നാണ് ശരിക്ക് അതിന്റെ അർത്ഥം. അത് എന്നാണ് ഇതിന്റെ ശരിയായ അർത്ഥം. പക്ഷെ നമ്മൾ ജാലിക്കൽ കിതാബ് എന്ന് പറയുന്നിടത്ത് എന്ത് പറയും? ഈ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. ഈ ഗ്രന്ഥം എന്നാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇന്നഹ തസ്കിറത്തുൻ എന്നതിനെയും തീർച്ചയായും ഇത് ഒരു ഉത്ബോധനമാണ് എന്നാണ് പല പരിഭാഷയിലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങനെയല്ല പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നഹ തീർച്ചയായും അത് എന്നാണ്. ഒരുപക്ഷെ നമ്മളെ പ്രിന്റഡ് വെർഷനിൽ തീർച്ചയായും ഇത് എന്നുണ്ടായിരിക്കാം. ഞാനത് അവഗണിക്കുന്നില്ല. കാരണം അത് നമ്മൾ പരമ്പരാഗതമായ ട്രാൻസ്ലേഷനിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ നാം ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇന്നഹ അത് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ വചനങ്ങളുടെ ഔന്നത്യവും ഉത്കൃഷ്ടതയും പരിഗണിച്ചുകൊണ്ടാണ് അത് എന്ന് ഖുർആനെ കുറിച്ച് പറയുന്നത്. ഇന്ന അൻജൽനാഹു, തീർച്ചയായും നാം അതിനെ ഇറക്കി, അല്ലെ? അതേപോലെ ജാലിക്കൽ കിതാബ്, അവിടെ പറയുന്നതൊക്കെ എന്താണ്? അത് എന്നാണ് പറയുന്നത്. ഹാദാ കിതാബുൻ എന്ന് പറയുന്ന ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ജാലിക്കയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലൈനഹ തസ്കിറ, തീർച്ചയായും അത് ഒരു ഉത്ബോധനമാണ്. അപ്പോ അത് എന്ന് പറയാൻ കാരണം അതിന്റെ ഉന്നതി പരിഗണിച്ചുകൊണ്ടാണ്, ഔന്നത്യം പരിഗണിച്ചുകൊണ്ടാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിനെ അവഹേളിക്കാൻ കഴിയില്ല, അവമതിക്കാൻ കഴിയില്ല, ചവിട്ടിത്താഴ്ത്താൻ കഴിയില്ല, ഇകഴ്ത്താൻ കഴിയില്ല. അപ്പൊ ഇകഴ്ത്താനോ ചവിട്ടിത്താഴ്ത്താനോ അവമതിക്കാനോ ചവിട്ടിത്തേക്കാനോ കഴിയാത്ത വിധം ഉന്നതിയിലാണ്. മാറ്റിത്തിരുത്തലുകൾ വരുത്താനോ ഒന്നിനും കഴിയാത്ത രീതിയിൽ ഉന്നതിയിലാണ്. അൺറീച്ചബിൾ ആണ്. ഏത് തരത്തിൽ അൺറീച്ചബിൾ ആണ്? അതിനെ അവഹേളിക്കാൻ പറ്റിയ രീതിയിൽ അൺറീച്ചബിൾ ആണ്. അങ്ങനെ ഒരു റീച്ചിലല്ല അതുള്ളത്. മാത്രമല്ല അതിന്റെ ഉത്കൃഷ്ടതയും ശ്രേഷ്ഠതയും അത്യുന്നതമാണ്. എന്ത് നിലയ്ക്കും ഏത് നിലയ്ക്കും എന്താണ് ഇത്? ഉത്കൃഷ്ടം. ഇനി ഒരാൾ ഒരു പേപ്പറിനെ അവമതിച്ചു, ഒരു കടലാസ് കഷ്ണത്തെ അല്ലെങ്കിൽ ഇലക്കഷ്ണത്തെ അവമതിച്ചു, അവൻ അവമതിക്കുന്നത് ആ ഇലക്കഷ്ണത്തെയോ കടലാസ് കഷ്ണത്തെയോ ആണ്, ഖുർആനിനെയല്ല. അതിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകാം ഖുർആൻ. ആ കടലാസ് കഷ്ണത്തിൽ ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ടാകാം. അത് വെറും അതിന്റെ സ്ക്രിപ്റ്റാണ്. നമ്മൾ മനസ്സിലാക്കണം. അത് അതിന്റെ ഒരു എഴുത്ത് മാത്രമാണ്. അത് മെഷീനിലൂടെ അതിനെ അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ നിലനിൽക്കുന്നത് ഉന്നതിയിലാണ്, മഹത്വത്തിലാണ്, ഔന്നത്യത്തിലാണ്, ശ്രേഷ്ഠതയാണ്, ശ്രേഷ്ഠ പദവിയിലാണ്. അതാർക്കും അതിൽ റീച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നഹ അത് എന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. തസ്കിറത്തിൻ ഉത്ബോധനമാണ്. തസ്കിറ എന്ന് പറയുന്നത് തദക്കറ, ഓർമ്മിപ്പിച്ചു. ദക്കറ ഓർമ്മിപ്പിച്ചു. തദക്കറ ഓർമ്മിപ്പിച്ചപ്പോൾ ഉത്ബോധനം സ്വീകരിച്ചു, അല്ലെ? ഇവിടെ അതിനെ തദ്കിറത്തിൻ എന്ന് കാഫിന് കസറിലായിരുന്നു. തദ്കിറത്തിൻ എന്ന് പറയുമ്പോൾ കാഫിന് കസറില്ല. തദക്കറ എന്നതിന്റെ ക്രിയാധാതു വരുന്നത് തദ്കീറാണ്. തദ്കീർ അല്ലെങ്കിൽ തദക്കുർ എന്നാണ്. ദക്കറയാണ് തദ്കീർ വരുന്നത്. തദക്കറ വരുമ്പോ അതിന്റെ ക്രിയാധാതു തദക്കുർ ആണ്. തദക്കുർ. അതേസമയം തദ്കിറത്തൻ എന്ന് പ്രയോഗിക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തലാണ്. അതേപോലെ തന്നെ എന്താണ്? ഗുണപാഠം ഉൾക്കൊള്ളുന്നു. അപ്പൊ ഗുണപാഠം ഉള്ള ഓർമ്മപ്പെടുത്തലുകൾക്കാണ് തദ്കിറത്തിൻ എന്ന പദം ഉപയോഗിക്കുന്നത്. കല്ലൈനഹ തദ്കിറത്തിൻ,
അത് ഒരു ഉത്ബോധനമാണ്. ഈ തദ്കിറത്തിൻ എന്ന വാക്കാണ് തദ്കിറത്തിൻ എന്ന വാക്ക് പുരാതന പ്രയോഗമാണെന്നറിയാം. അതായത് ഭാഷയിൽ നേരത്തെ തന്നെയുള്ള പ്രയോഗമാണ്. പക്ഷെ മോഡേൺ അറബിയിൽ തദ്കിറത്തിൻ എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തുന്നത് എന്താ? ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ യാത്രക്കാരനാണ് എന്ന്, ഞാൻ യാത്രക്കാരനാണ്, യാത്രയുടെ ചിലവ് ഞാൻ വഹിച്ചിട്ടുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു പേപ്പർ തരുമല്ലോ. ആ പേപ്പർ കാണിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ടിക്കറ്റിന്റെ പേരെന്താണ്? അതെന്താ ഖുർആനിൽ അറബിയിൽ പറയുന്നത്? തദ്കിറത്ത് എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ടിക്കറ്റിന്റെ എന്താണ് അതിന്റെ മീനിങ്? ഭാഷാപരമായ അതിന്റെ അർത്ഥം എന്താണ്? അതേസമയം തദ്കിറത്തിന് എന്ന് പറയും ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ പണം അടച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തലാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ അതിന്റെ അർത്ഥം ഉണ്ടെന്നില്ല എനിക്ക്. ഇന്നഹ തദ്കിറത്തിന് ഇതൊരു ഉത്ബോധനമാണ്. ഫമൻ ശാഅ ദക്കറഹു, ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ശാഅ ഉദ്ദേശിച്ചു, ദക്കറഹു അവൻ അതിനെ ഓർക്കട്ടെ. അപ്പോ ഇവിടെ മൻ എന്ന വാക്കുണ്ടല്ലോ, മൻ എന്താണ്? ആരാണോ അവൻ, ഏതൊരുവൻ, ദ വൺ ഹൂ എന്ന അർത്ഥത്തിലാണ് മൻ ഉപയോഗിച്ചിരിക്കുന്നത്. മൻ ഷാ എന്ന് പറയുന്നത് ആരുദ്ദേശിച്ചു എന്ന ചോദ്യമല്ല. മൻ ഷാ, ദ വൺ ഹൂ വിഷസ്, ഏതൊരുവൻ ഉദ്ദേശിക്കുന്നുവോ, ദക്കറഹു അവൻ അതിനെ ഓർക്കട്ടെ. അപ്പൊ മൻ എന്താണ്? എന്തായിട്ടാണ്? ദ വൺ ഹൂ എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഒരു വ്യാകരണ ശാസ്ത്രമായിട്ട് അതിനെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കുന്നത്, ദ വൺ ഹൂ എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നത് ഷാ, ഉദ്ദേശിച്ചു. ആരുദ്ദേശിച്ചു? ഷായിൽ അടങ്ങിയിരിക്കുന്ന, ഷായുടെ കർത്താവ് ആരാണ്? ഷായിൽ അടങ്ങിയിരിക്കുന്ന ഹുവയാണ്. ആ ഹുവ ആരെ സൂചിപ്പിക്കുന്നതാണ്? തൊട്ട് മുമ്പ് പറഞ്ഞ മന്നിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ മൻ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? റിലേറ്റീവ് പ്രോനോൺ എന്ന് നമുക്ക് പറയാം. റിലേറ്റീവ് പ്രോനോൺ, അതായത് പരസ്പരം ബന്ധിപ്പിക്കുന്നത്. റിലേറ്റീവ് പ്രോനോൺ ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ ശേഷം വരുന്ന ക്രിയയിൽ ഉള്ള സർവനാമം തൊട്ട് മുമ്പ് വന്നിട്ടുള്ള റിലേറ്റീവ് പ്രോനോണിലേക്കാണ് മടങ്ങുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഉദാഹരണമായിട്ട് നാം ഒരു വാക്യം പറയുമ്പോൾ ആ വാക്യത്തിൽ നേരത്തെ ഒരു നാമം പരാമർശിച്ചിട്ടുണ്ടെങ്കിലാണ് പിന്നീട് വരുമ്പോൾ സർവനാമമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ദഹു കലമുൻ, അവന്റെ അടുക്കൽ പേനയുണ്ട്. അപ്പൊ ഇന്ദഹു കലമുൻ എന്ന് പറയുമ്പോൾ അവന്റെ അടുക്കൽ പേനയുണ്ട് എന്ന് പറയണമെങ്കിൽ അബ്ദുള്ള വന്നു എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ആ അബ്ദുള്ളയിലേക്കാണ് ഇന്ദഹു എന്നതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഷായിലുള്ള സർവനാമം ഏതിനെ സൂചിപ്പിക്കും? മന്നിനെ സൂചിപ്പിക്കും. ഏതൊരുവനാണോ അവൻ, ഏതൊരുവൻ ഉദ്ദേശിച്ചുവോ ദക്റഹു അവൻ അതിനെ ഓർമ്മിച്ചു. അപ്പൊ ഇഷ്ടമുള്ളവൻ ഓർമ്മിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ ഓർമ്മിക്കാതിരിക്കട്ടെ. അതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്നത് പരലോകത്തായിരിക്കാം. ഈ ലോകത്ത് അവന് രണ്ട് ഓപ്ഷനുണ്ട്. ഇന്നഹ തദ്കിറത്ത്, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ എന്താണ്? പണ്ട് ആദം നബി അലൈഹി സ്വലാമയുടെ കാലത്ത്, ആദം നബി അലൈഹി സ്വലാമയെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആദം നബി അലൈഹി സ്വലാമയുടെ മുതുകല്ലിൽ നിന്നും ഇനി അന്ത്യനാൾ വരെ ജനിക്കാനുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ പുറത്തെടുത്തു.
അതുവരെ ഇനി ലോക അവസാനം വരെ ജനിക്കാനുള്ള ആത്മാക്കളെ അള്ളാഹു പുറത്തെടുത്തു. ആദം അലൈഹിസ്സലാമയുടെ മുതുകല്ലിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം അള്ളാഹു അവരുമായി ഒരു സംവാദം നടത്തിയിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ഖാലു ബല. ഇതാണ് സൂറത്തുൽ അഅറാഫിലെ ആയത്താണ് ഞാൻ നോക്കിയത്. ആയത്ത് കൃത്യമായിട്ട് എനിക്ക് സൂറത്തുൽ അഅറാഫിലുള്ള ആയത്താണ്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, ആദം സന്തതികളിൽ നിന്നും. സൂറത്തുൽ അഅറാഫ് 172. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്നും. അഖദ റബ്ബുക, അഖദ എടുത്തു, റബ്ബുക രക്ഷിതാവ്, മിൻ ബനി ആദം ആദം സന്തതികളിൽ നിന്നും, മിൻ ദുഹൂരിഹിം അവരുടെ മുതുകിൽ നിന്നും, ദുർരിയതഹും അവരുടെ സന്തതി പരമ്പരയെ പുറത്തെടുത്തു, വ അഷ്ഹദഹും അവരോട് അവരെ കൊണ്ട് എന്ത് ചെയ്തു? സാക്ഷ്യം വഹിപ്പിച്ചു. ഷഹീദ സാക്ഷ്യം വഹിച്ചു, അഷ്ഹദ സാക്ഷ്യം വഹിപ്പിച്ചു. വ അഷ്ഹദഹും അല അൻഫുസിഹിം അവര് സ്വയം തന്നെ സാക്ഷ്യം, അവരോട് സ്വയം തന്നെ സാക്ഷ്യം വഹിപ്പിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ അള്ളാഹു? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ഖാലു ബല. അപ്പോൾ ആ ആത്മാക്കളെല്ലാം പറഞ്ഞു ബല, തീർച്ചയായും. ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഈ ഉത്ബോധനങ്ങളെ കുറിച്ച് അൻ തഖൂലു നിങ്ങൾ പറയുക എന്നതിൽ നിന്നും പറയാതിരിക്കുന്നതിന് വേണ്ടി എന്നാണ്. അൻ തഖൂലു നിങ്ങൾ പറയാതിരിക്കുന്നതിന്. ഇവിടെ അല്ലാ തഖൂലു എന്നതാണ് ആശയം. നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്കുമോ എന്നത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. ഇന്നാ കുന്ന, എന്താണ് നിങ്ങൾ പറയാൻ ഇടയുള്ളത്? ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിലീൻ, തീർച്ചയായും ഞങ്ങൾ ഈ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ദഅവത്തിനെ സംബന്ധിച്ച്, ഈ പ്രബോധനത്തെ സംബന്ധിച്ച്, ഈ ദൗത്യത്തെ സംബന്ധിച്ച് അള്ളാഹു ഏകനാണ് എന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാമാണ് എന്നും അതിനെ പിന്തുടർന്ന് ജീവിക്കണമെന്നും പ്രവാചകന്മാരാഗതമാകും അവരെ പിന്തുടർന്ന് ജീവിക്കണമെന്നും ഉള്ള അങ്ങനെയുള്ള ഈ പ്രബോധനം അല്ലെങ്കിൽ ഈ സന്ദേശത്തെക്കുറിച്ച് ഗാഫിലീൻ, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം നേരത്തെ നടന്നിരിക്കുന്നത് കൊണ്ട് ഇന്നഹാ തദ്കിറത്തുൻ, ഇതൊരു ഉത്ബോധനമാണ് എന്ന് പറയും. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഡിവൈസ് വാങ്ങുമ്പോൾ, മൊബൈൽ ആയിരുന്നാലും കമ്പ്യൂട്ടർ ആയിരുന്നാലും ഇപ്പോ വാഷിംഗ് മെഷീൻ ആയിരുന്നാലും ഇപ്പൊ ഏത് ഡിവൈസ് വാങ്ങിയാലും ആ ഡിവൈസിൽ ഒരു ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അതേപോലെ മനുഷ്യനാകുന്ന ഈ പ്രൊഡക്റ്റ്, ഈ ഉൽപ്പന്നം സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഏകനാണെന്നും അവനെ അനുസരിച്ച് ജീവിക്കണമെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവന്റെ പ്രവാചകന്മാർ ഹാജരാകുമെന്നും ഇവിടെ അവരെ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നും ആ പ്രവാചകന്മാരെ ഫോളോ ചെയ്ത് ജീവിക്കണമെന്നും ഒക്കെയുള്ള ഗ്രന്ഥങ്ങൾ വരുമെന്നും ഒക്കെയുള്ള സംഗതി ആ സോഫ്റ്റ്വെയറിലൂടെ ആ മനുഷ്യനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തിന്മയും അവിടെ ഉണ്ട്. ഇത് രണ്ടും, വൈറസ് നമുക്കറിയാമല്ലോ, എല്ലാ ഡിവൈസിലും വൈറസ് കയറും. അപ്പോൾ ഈ മനുഷ്യന്റെ തലമണ്ടയിലും എന്ത് ചെയ്യും? വൈറസ് കയറും. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഈ നേരത്തെ പറഞ്ഞ കരാറിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇതിന്റെ ശരിയായ സോഫ്റ്റ്വെയർ അനുസരിച്ച് ജീവിക്കുന്ന ആളെ സമയത്തോളം രക്ഷപ്പെട്ടു. അതാണ് ഫമൻ ഷാ ദക്കറഹു, ഏതൊരുവൻ ഉദ്ദേശിച്ചോ അതിനെ അവൻ ഓർമ്മിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല, എന്നിട്ട് അവന് വഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, അവൻ ഒന്നുകിൽ നന്ദിയുള്ളവനായി ജീവിക്കാം, വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കഫൂർ, നന്ദി കെട്ടവനായി ജീവിക്കാം. രണ്ടവിടെ ഉണ്ട്. ഇത് അവന് ഒന്നിനെ ഫോളോ ചെയ്ത് ജീവിച്ചാൽ സന്തോഷപ്പെടും. അതാണ് ഫമൻ ഷാ ദക്കറഹു, ഏതൊരുവൻ ഉദ്ദേശിക്കുന്നുവോ അവൻ അതിനെ ഓർമ്മിപ്പിക്കാം. അപ്പൊ ഫാ ഉണ്ട്, മന്നുണ്ട്, ഷാ ഉണ്ട്.
ഫമൻ ഷാഅ ദക്കറഹു. അപ്പൊ ദക്കറഹു എന്ന് പറഞ്ഞപ്പോൾ ദക്കറ ഓർമ്മിച്ചു, ദക്കറഹു അവൻ അതിനെ ഓർമ്മിച്ചു. ഫമൻ ഷാഅ ദക്കറ ഫീ സുഹുഫിൻ മുകറമത്തിൻ. അപ്പൊ കല്ല ഇന്നഹ തസ്കിറത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതൊരു ഉത്ബോധനമാണ്. ഈ ഉത്ബോധനത്തെ ഏതൊരുവൻ ഫോളോ ചെയ്ത് ജീവിക്കുന്നുവോ അവൻ രക്ഷപ്പെടും എന്നിടയിൽ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇന്നഹ തസ്കിറത്തിൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് പറഞ്ഞു? ഫീ സുഹുഫിൻ. ഈ തസ്കിറത്ത് എവിടെയാണ്? ഫീ സുഹുഫിൻ, അത് ഏടുകളിലാണ് ഉള്ളത്. കല്ല ഇന്നഹ തസ്കിറത്തിൻ എന്ന് പറഞ്ഞു ഫമൻ ഷാഅ ദക്കറഹു. ഇന്നഹ തസ്കിറത്തിൻ എന്ന് പറഞ്ഞതാണ് ആ വിഷയം. ഇത് ഒരു ഉത്ബോധനമാണ്. ഈ ഉത്ബോധനം എവിടെയുണ്ട്? ഫീ സഹഫിൻ, ഏടുകളിലുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് പറഞ്ഞത് ഫമൻ ഷാഅ ദക്കറഹു എന്ന് പറഞ്ഞത് മറ്റൊരു വിഷയം എടുത്ത് പറഞ്ഞതാണ്. വീണ്ടും എന്ത് ചെയ്യാണ്? അതിനെ ഉദ്ദേശിക്കുന്നവൻ അതിനെ ഉൾക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ഇന്നഹ തസ്കിറത്തിൻ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം പറയുക. ഫീ സഹഫിൻ, അത് ഏടുകളിലാണ്. സുഹഫ് എന്ന് പറഞ്ഞാൽ ഏടുകൾ, ബുക്ക്ലെറ്റുകൾ, ബുക്ക്ലെറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, ബുക്ക്ലെറ്റുകൾ. ഇപ്പൊ സഹീഫത്തിൻ എന്നാണ് അതിന്റെ ഏകവചനം. സഹീഫത്തിൻ ഏകവചനം. സുഹഫ് അതിന്റെ ബഹുവചനമാണ്. സഹീഫത്തിൻ, സുഹഫിൻ. അപ്പൊ സുഹഫ് എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. അതിനെ മുകറമത്തിൻ സ്ത്രീലിംഗ വചനം കൊണ്ട്, സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിച്ചതാണ്. അങ്ങനെ. ഇനി അതല്ല, സഹീഫത്ത് എന്നത് സ്ത്രീലിംഗമാണ്, സ്ത്രീലിംഗ പദമാണ്. അതിന്റെ ബഹുവചനം വന്നപ്പോൾ, അതിന്റെ ബഹുവചനത്തെ വിശേഷിപ്പിച്ചപ്പോൾ മുകറമത്തിൻ എന്ന സ്ത്രീലിംഗ പദം കൊണ്ട് വിശേഷിപ്പിച്ച് അങ്ങനെയും പറയാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സുഹഫിന്റെ ഒന്നാമത്തെ വിശേഷണം മുകറമത്താണ്, രണ്ടാമത്തെ വിശേഷണം മർഫൂഅത്താണ്, മൂന്നാമത്തെ വിശേഷണം മുതഹ്ഹറത്താണ്. അപ്പോ ഫീ സുഹഫിൻ മുകറമത്തിൻ മർഫൂഅത്തിൻ മുതഹ്ഹറത്തിൻ. അതിന്റെ മനോഹാരിയിൽ നിന്ന് ആലോചിച്ച് നോക്കുക. സുഹഫ് കസ്ർ തൻവീനുള്ളതാണ്. അതേപോലെ തന്നെ അതിന്റെ വിശേഷണമായ മുകറമത്തിൻ കസ്ർ തൻവീനുള്ളതൊന്നു, മർഫൂഅത്തിൻ കസ്ർ തൻവീൻ, മുതഹ്ഹറത്തിൻ കസ്ർ തൻവീൻ. അപ്പൊ ഈ അതാണ് അതിന്റെ വിശേഷണമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ സുഹഫിൻ മുകറമത്തിൻ മർഫൂഅത്തിൻ മുതഹ്ഹറ. അപ്പൊ മുകറമ എന്ന് പറഞ്ഞാൽ സുഹഫിന്റെ ഞാൻ വിശദീകരിച്ചു. സഹീഫത്തിന്റെ ബഹുവചനമാണ് സുഹഫ്. മുകറമത്ത് എന്ന് പറഞ്ഞാൽ മുകറമത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും? നമുക്ക് വേണമെങ്കിൽ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്ത് ശീലിക്കണം. നമുക്കിനി ഡിപ്ലോമ തലത്തിലെങ്കിലും മൈക്കിലൂടെ സംസാരിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കണം. നമുക്ക് മൈക്ക് ഓൺ ചെയ്ത് തരാം. എല്ലാ മൈക്കും കേട്ടോ. എല്ലാ മൈക്കും ഞാൻ ഇവിടെ നിന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കാം. അതേപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്യാം. ഓക്കെ. ഓക്കെ, കിട്ടിയ ഉത്തരം ശരിയല്ല. ഞാൻ ഉത്തരം വായിക്കുന്നില്ല. മുകറമത്തിൻ. അല്ല, നവാസിന്റെയും ജലീലിന്റെയും ഉത്തരം ശരിയല്ല. ഇനി വരാണ്ട്, ഉത്തരം വരട്ടെ.
മുക്കറമത്തിൻ മധ്യത്തിൽ ഷദ്ദല്ലേ? അതെ, കറമ കറമ ആദരിച്ചു. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പോ മുക്കരിമുൻ ആദരിച്ചവൻ, മുക്കറമുൻ ആദരിക്കപ്പെട്ടവൻ. അപ്പൊ എന്താണ്? സുഹഫ് എന്താണ്? ആദരിക്കപ്പെട്ടതാണ്, ആദരിക്കപ്പെട്ടതാണ്, അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ടതാണ്, റെസ്പെക്റ്റഡ് ആണ്. അതിനെ ഫോളോ ചെയ്യുന്നവരാലും ആദരിക്കപ്പെട്ടതാണ്. അതേപോലെ മർഫൂഅത്തുൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുരുദ്ദേശപരമായ കൈകൾ ദുരുദ്ദേശപരമായ രീതിയിൽ അതിനെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഉന്നതിയിലാണ്. ഒന്ന്. രണ്ടാമത് അതിന്റെ ആശയതലത്തിൽ വളരെ ഔന്നത്യം നിലനിർത്തുന്നതാണ്. ഇപ്പൊ മർഫൂഅത്തിന്റെ പൂർണ്ണക്രിയ എന്താണ്? പൂർണ്ണക്രിയക്ക് മാളി എന്ന് പറയും കേട്ടോ. മാളി, മള കഴിഞ്ഞുപോയി, മാളി, ഫിഅലുൽ മാളി. മർഫൂ എന്ന പദത്തിന്റെ ഫിഅലുൽ മാളി എന്താണ്? ഫിഅലുൽ മാളി. ഇനി നമുക്ക് ടെക്നിക്കൽ പ്രയോഗങ്ങളൊക്കെ പഠിക്കണം. ഇനി ഡിപ്ലോമ തീർന്നതോടുകൂടി ടെക്നിക്കൽ പദം കുറേശ്ശെ പഠിക്കണം. പരീക്ഷയ്ക്കൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കൂല. അപ്പൊ മർഫൂഅത്തിന്റെ പൂർണ്ണക്രിയ നിങ്ങൾക്കറിയാം. മർഫൂഅത്ത് ഇപ്പൊ ഉയർത്തപ്പെട്ടതാണത്. മർഫൂഅത്ത് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടതാണെന്നാണ്. മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഉന്നതമായ എന്ന് പറയുന്നത്. അപ്പൊ ഭാഷാപരമായി അതിന് ചില വ്യത്യാസം വരുന്നുണ്ട്. അതാണ് പരിഭാഷയുടെ പരിമിതി എന്ന് പറയുന്നത്. മുക്കറമത്ത് എന്ന് പറഞ്ഞപ്പോൾ ആദരണീയമായത് എന്നാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ആദരിക്കപ്പെട്ടത് എന്നാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഭാഷയുടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഭാഷയുടെ ആകർഷണീയതയും വശ്യതയും പരിഗണിച്ചുകൊണ്ടാണ് അതിന് പദങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും ഈ ഒറിജിനൽ ടെക്സ്റ്റിന്റെ ഗ്രാമർ വ്യാകരണപരമായ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല പരിഭാഷപ്പെടുത്തുന്നത്. ഇവിടെ മുക്കറമത്ത് എന്താ പറയുക, ഇസ്മുൽ മഫ്ഊലായിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ മർഫൂഅത്ത് ഇസ്മുൽ മഫ്ഊലായിട്ടാണ് വന്നിരിക്കുന്നത്. കർമ്മ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ മുതഹ്ഹറത്ത് വിശുദ്ധമാക്കപ്പെട്ടതാണത്. വിശുദ്ധമാക്കപ്പെട്ടത് നമ്മൾ ബൈനായി പഠിച്ചതുകൊണ്ട് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നില്ല. കാരണം എന്താണ്? തഹ്ഹറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കി, മുതഹ്ഹറത്തുൻ പരിശുദ്ധമാക്കപ്പെട്ടത്. സുഹഫൻ മുതഹ്ഹറത്തിലോ സുഹഫൻ മുതഹ്ഹറത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അദ്ദേഹം പരിശുദ്ധമായ ഏടുകൾ വായിക്കുന്നു. ആ പരിശുദ്ധി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്താണ്? അത് സ്വയം ശുദ്ധിയുള്ളതാണ്. രണ്ടാമത്തത് അത് മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പര്യാപ്തമാണ്. അതാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത. ഓക്കെ. മർഫൂഅത്തുൻ മുതഹ്ഹറത്തുൻ. മുതഹ്ഹറ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുക്കറമ എന്ന് പറഞ്ഞപ്പോൾ കറമ ആയതുപോലെ മുതഹ്ഹറത്ത് നമ്മൾ തഹ്ഹറ ശുദ്ധീകരിച്ചു, പവിത്രമാക്കി. ഫീ സഖഫിൻ മുക്കറമത്തിൻ മർഫൂഅത്തിൻ മുതഹ്ഹറത്തിൻ. അപ്പൊ ഇത്രയും പറഞ്ഞത് ഇത് എന്നെന്നും നിലനിൽക്കുന്നത് ഉന്നതമായ നിലയിലാണ്. ഉന്നതമായ ആശയങ്ങളാണ് ഇതിലുള്ളത്. നമുക്കിതുവരെ അതിന്റെ ഔന്നത്യം മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഔന്നത്യം മനസ്സിലാക്കിയവർ ഇതിൽ നിന്നും നിധികളും രത്നങ്ങളും വൈഢൂര്യങ്ങളും മുങ്ങിത്തപ്പിയെടുത്ത് അതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ അവരുടേതായ നിലയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, ചിലര് അതിനെ ഒട്ടും പരാമർശിക്കുന്നില്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ശിവഖേരയുടെ യു ക്യാൻ വിൻ എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക ആശയങ്ങളും ഖുർആന്റെ ആശയങ്ങളാണ്.
അതേപോലെ അത് മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിച്ച ഗ്രന്ഥമാണ്. അതേപോലെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ഗ്രന്ഥം, സ്റ്റീഫൻ കവയുടെ ഗ്രന്ഥം ഇതിലെ ആശയങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റി വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലും ഇതിലെ ആശയമാണ് അതിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രത്തോളം ഉയർന്നതാണ് മർഫൂഅത്തുൻ മുത്തഹ്ഹറത്തുൻ. അപ്പൊ അത് അതിലെ ആശയങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി ആ ആശയങ്ങൾ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലെ വാക്യങ്ങൾ ആരാണ് ഹാൻഡിൽ ചെയ്ത് അടുത്ത ആളിന് എത്തിക്കുന്നത്? അഥവാ ഇതുവരെ പറഞ്ഞത് ഇത് ഉയർന്ന ഗ്രന്ഥമാണ്, ഉന്നതമായ ആശയമുള്ളതാണ്, ഉന്നത സ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിങ്കൽ ഉള്ളതാണ്. അത് അള്ളാഹുവിങ്കൽ നിന്നും അടുത്ത ആകാശത്തേക്ക് ദുനിയ അടുത്ത സമീപസ്ഥ ആകാശത്തേക്ക് അതിനെ അള്ളാഹു മലക്കുകൾ മുഖേന ഇറക്കുകയും അവിടെ നിന്നും പ്രവാചകന്മാർക്ക് നൽകുക, അഥവാ ഖുർആൻ നൽകിയിരിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എങ്ങനെ എത്തുന്നു? അത് കൊണ്ടുവരുന്നത് ബി ഐദി സഫറ. സഫർ എന്ന് പറഞ്ഞാൽ സഫർ നമുക്ക് പറയാം. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. മുസാഫിർ അല്ലെങ്കിൽ സാഫറ യാത്ര ചെയ്തു. സാഫറ യാത്ര ചെയ്തു. മുസാഫിർ യാത്ര ചെയ്യുന്നവൻ, യാത്രക്കാരൻ. മുസാഫിർ യാത്രക്കാരൻ. സഫറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു എന്നാണ്. സഫറ യാത്ര ചെയ്തു. അതിന്റെ കർത്താവിന്റെ രൂപം സാഫിറിൻ എന്ന് വരും. സാഫിർ അതിന്റെ ബഹുവചനമാണ് സഫറത്തുൻ. സാഫിറിൻ സഫറത്തുൻ. ഇനി അതിനെ തന്നെ സഫീർ എന്നാക്കിയാലോ? സഫീർ എന്നാക്കിയാൽ അംബാസിഡർ എന്നർത്ഥം കിട്ടും. പ്രതിനിധി എന്നർത്ഥം. അംബാസിഡർ എന്ന അർത്ഥം കിട്ടും. അപ്പൊ ബി ഐ ഡി സഫറത്തിന്. അപ്പോ ആ സന്ദേശം, ആ വാക്യങ്ങൾ പ്രവാചകൻ അവിടെ നിന്നും കളക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? അത് കൊണ്ടുവരുന്ന വഴിക്ക് ആർക്കെങ്കിലും അതിനെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ചില വാക്യങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക, പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ അടുത്ത എഡിഷൻ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ആളുടെ കയ്യിൽ എത്തിക്കുന്നതിന് മുമ്പായി ചില വാക്യങ്ങൾ കൂട്ടിക്കലർത്താൻ കഴിയുമോ? ഇല്ല. അത് ബി ഐ ഡി സഫറത്തിൽ ചില സന്ദേശവാഹകരുടെ കൈകളിലാണ്. ഐദി യദുൻ ബഹുവചനം ഐദി മുമ്പ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള സന്ദേശവാഹകരാണ് അവർ? കിറാമാണവർ. കിറാം എന്ന് പറഞ്ഞാൽ കരീമിന്റെ ബഹുവചനമാണ് കിറാം. കിറാമൻ കാത്തിബീൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കിറാം. അപ്പൊ കരീമ് ആദരണീയൻ അല്ലെങ്കിൽ മാന്യൻ, കിറാം മാന്യന്മാർ. മാന്യന്മാരായ സന്ദേശവാഹകരാണ്. നമ്മൾക്ക് ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സന്ദേശം അയച്ചു, നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നത് ആരാണത്? അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്? ഇദ്ദേഹം ഏത് പോസ്റ്റിലാണ്, ഏത് ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥനാണ്? അങ്ങനെ ഒരു ഗ്രേഡ് കുറഞ്ഞ ഉദ്യോഗസ്ഥനല്ല ഇത് സന്ദേശം കൈമാറുന്നത്. അവർ വളരെ മാന്യന്മാരായ വ്യക്തിത്വങ്ങളാണ്. പിന്നെയോ ബററത്തുമാണ്. ബററത്തം എന്ന് പറഞ്ഞാലോ? ബററത്ത് എന്ന് പറഞ്ഞാൽ ബാറുൻ എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് ബററത്തിന്. സുഹൃതവാന്മാരാണ്. അവർ പുണ്യം മാത്രമേ ചെയ്യുള്ളൂ. പുണ്യം മാത്രം, നന്മ മാത്രം ചെയ്യുന്ന മഹത് വ്യക്തിത്വങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ഒരുപക്ഷെ ഇവിടെ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ജിബ്രീൽ എന്ന പദം തന്നെ ഒരു ബഹുവചന രൂപമായേക്കാം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ, അള്ളാഹുവിന്റെ ദൗത്യം പ്രവാചകന്മാരിലേക്ക് എത്തിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ പേരാകാം. കാരണം അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ ഡി സഫറത്തിന് സന്ദേശവാഹകർ എന്നാണ്. കിറാമാണ്, അവർ മാന്യന്മാരാണ്. ബെറ് ചെയ്യുന്നവരാണ്. ബറ പുണ്യം ചെയ്തു.
ബർറ യബിറു, ബർറ യബിറു, ബർറ യബിറു. ബാറുൻ പുണ്യം ചെയ്യുന്നവൻ, അതിന്റെ ബഹുജനാണ് ബററത്തുൻ. ബാറുൻ ബററത്തുൻ, സുഹൃതവാന്മാരാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇതിൽ അഡീഷൻസ് ഡിലീഷൻസ് ഒന്നും സംഭവിക്കുന്നതല്ല. അതിൻ്റെ ആശയത്തിന് ശോഷണം സംഭവിക്കുന്നതല്ല. വഴിക്ക് വെച്ച് ഇതിൻ്റെ ഏതാനും സൂക്തങ്ങൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഏതാനും അധ്യായങ്ങൾ നഷ്ടപ്പെടുക എന്നൊരു സംഭവം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സൂക്തങ്ങൾ അതിനോട് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക എന്നൊരു സംഭവം ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത് ബി ഐ ബി സഫറത്തിൻ, സന്ദേശവാഹകരുടെ കയ്യിലാണ്, ഹിറാമിൻ അവർ ബാന്യന്മാരാണ്, ബറവത്തിൻ പുണ്യവാന്മാർ. ഇതെല്ലാം പറഞ്ഞ ശേഷം പറയാണ് കുത്തില ഇൻസാൻ, കുത്തില അൽ ഇൻസാനു. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത പ്രയോഗമാണ് എന്ന് പറയാം. കുത്തില എന്ന് നമ്മൾ പഠിച്ചു, കത്തല വധിച്ചു, കുത്തില വധിക്കപ്പെട്ടു. പക്ഷേ കത്തലൽ ഇൻസാനു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യൻ വധിച്ചു. അല്ലെങ്കിൽ കത്തല ജെയ്ദുൻ അമ്രൻ, ജെയ്ദ് അമ്രിനെ വധിച്ചു. കത്തല ജെയ്ദുൻ അമ്രൻ. അപ്പൊ ജെയ്ദുൻ എന്നത് എന്താണ്? കർത്താവിന്റെ അടയാളമാണ്. ജെയ്ദുൻ എന്നത് കർത്താവാണ്, കർത്താവിന്റെ അടയാളം ലമ്മാണ്, നമുക്കറിയാം. കത്തല എന്നത് ക്രിയ, ജെയ്ദുൻ കർത്താവ്, കർത്താവിന്റെ അടയാളം അവിടെ ലമ്മുണ്ട്. കത്തല ജെയ്ദുൻ അമ്രൻ, ജെയ്ദ് അമ്രിനെ വധിച്ചു, ജെയ്ദ് അമ്രിനെ വധിച്ചു. അപ്പോ ജെയ്ദ് എന്ന നാമത്തിന്റെ അവസാനം കർത്താവിന്റെ അടയാളമായ ലമ്മുണ്ട്. കർമ്മണി പ്രയോഗമാകുമ്പോഴോ കത്തല ജെയ്ദുൻ അമ്രൻ എന്നത് കർത്തരി പ്രയോഗമാണ്, കർത്താവ് ഉള്ള പ്രയോഗമാണ്. അപ്പൊ കത്തല ജെയ്ദുൻ അമ്രൻ എന്ന് പറഞ്ഞാൽ അമ്രാണ് കൊല്ലപ്പെട്ടത്, ജെയ്ദാണ് വധിച്ചത്. പക്ഷെ ജെയ്ദിനെ അവിടെ പരാമർശിക്കുന്നില്ല, കർത്താവിനെ അവിടെ പരാമർശിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ പറയും ആ പ്രയോഗത്തെ? കുത്തില അമ്രുൻ എന്നാണ് പറയുക, അമ്രൻ എന്നല്ല. കുത്തില അമ്രുൻ എന്നാണ് പറയുക. അമ്ര വധിക്കപ്പെട്ടു. കാരണം കത്തല ജെയ്ദുൻ അമ്രൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ജെയ്ദുൻ എന്നത് ലമ്മുള്ള നാമമുണ്ട്, അമ്രൻ എന്നത് ഫതഹായി കർമ്മമായത്, ഫതഹുള്ള നാമമായി. പക്ഷേ കർത്താവിനെ പരാമർശിക്കാതിരിക്കുമ്പോൾ കർത്താവിന്റെ അടയാളം വേറെ ആർക്കെങ്കിലും കൊടുക്കണം. നമുക്കറിയാമല്ലോ, ബോംബ് സ്ഫോടനം ഉണ്ടായി, കണ്ടെത്താൻ പറ്റിയില്ല അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ. എന്ത് ചെയ്യും? ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിൽ ചാർത്തി കൊടുക്കും. അതേപോലെ അറബി ഭാഷയിൽ കർത്താവിന്റെ അടയാളം കർമ്മത്തിന് കൊടുക്കും. എപ്പോൾ? കർത്താവിനെ പരാമർശിക്കാതിരിക്കുമ്പോൾ. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്, പക്ഷേ ഞാനത് നിങ്ങളുടെ പരീക്ഷ കോഴ്സിൽ, പരീക്ഷ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കുത്തിലൽ ഇൻസാനു, മനുഷ്യൻ വധിക്കപ്പെട്ടു എന്നാണ് ഭാഷാർത്ഥം. പക്ഷേ കുത്തിലൽ ഇൻസാനു എന്ന പ്രയോഗം വരുന്നത് എങ്ങനെയാണ്? മനുഷ്യന് നാശം, അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് കുത്തിലൽ ഇൻസാൻ. അതൊരു ശാപവാക്യമായിട്ടാണ് ഭാഷയിൽ പ്രയോഗിക്കുന്നത്. പദാർത്ഥം എന്താണ്? പദത്തിന്റെ അർത്ഥം കുത്തിലൽ ഇൻസാൻ മനുഷ്യൻ വധിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ആ പ്രയോഗം മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് ഇത്രയും വിശദീകരിച്ചെന്ന് മാത്രമേ. അപ്പൊ കുത്തിലൽ ഇൻസാൻ, മനുഷ്യന് നാശം. മാ അക്ഫർ, എന്താണ് അവനെ നന്ദി ഇല്ലാതാക്കിയത്? മാ എന്ത്? അക്ഫറഹു, അവനെ നന്ദി ഇല്ലാതാക്കി, നന്ദി കെട്ടവനാക്കി. മാ ഫറക ബി റബ്ബിക്കൽ കരീം നമ്മൾ പഠിച്ചു. ഇവിടെ മനുഷ്യന് ഒരു വളരെ മഹത്തായ ഒരു ഗ്രന്ഥം നൽകിയിരിക്കുന്നു. അതായത് മനുഷ്യന്മാർ ചർച്ച ചെയ്യുന്നത്
ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്, ക്രിസ്താബ്ദം 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ശിലായുഗമാണ്, അല്ലെങ്കിൽ അപരിഷ്കൃതരുടെ യുഗമാണ് എന്ന് പറയുന്നു. ആ അപരിഷ്കൃതരുടെ യുഗത്തിൽ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിച്ചിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം, ആ മനുഷ്യന്റെ മുഴുവൻ ജീവിത മേഖലകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം സമ്മാനിക്കാൻ ആർക്കാണ് കഴിയുക? ഏതെങ്കിലും മഹാന്മാരോ കവികളോ മഹത്തുക്കളോ അങ്ങനെ ഒരെണ്ണം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ അല്ലാതെ, അല്ലെങ്കിൽ വേറെ ഗ്രന്ഥങ്ങളല്ലാതെ അങ്ങനെ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല, സമർപ്പിച്ചിട്ടില്ല. അപ്പോ ഇത്രയും നല്ലൊരു സംഗതി സമർപ്പിക്കൂ, എന്നിട്ട് അവനെ നിർബന്ധിച്ച് ഒരു മാർഗത്തിലേക്ക് നയിക്കുന്നില്ല. അവന് ഓപ്ഷൻ കൊടുത്തു, അവന് അവസരം കൊടുത്തു. രണ്ട് വഴിയും ഇതാ ഇങ്ങനെ കാണുന്നുണ്ട്. ഹദൈനാഹും നജ്ദൈൻ, അവന് തെളിഞ്ഞ രണ്ട് വഴികൾ കാണിച്ചു കൊടുത്തു. ക്രിസ്റ്റൽ ക്ലിയർ. ഇത് സുവ്യക്തമായ സംഗതികളാണ്. നജ്ദൈൻ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ രണ്ട് വഴികൾ. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഒന്ന് നരകത്തിലേക്കുള്ള വഴിയാണ്. ഇതെല്ലാം സുവ്യക്തമായി കിടക്കെ അവൻ എന്തുകൊണ്ട് അവനെ സൃഷ്ടിച്ച, അവന് എല്ലാവിധ സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ച, നമ്മൾ സൂറത്ത് റഹ്മാനിൽ വല്ലാർന്ന വദാഹലിൽ അനാം, മനുഷ്യകുലത്തിനായി ഭൂമിയെ അവൻ സജ്ജീകരിച്ച് വെച്ചു എന്നാണ് പറഞ്ഞത്. ലിൽ അനാം, മനുഷ്യര് ഭൂമിയെ അല്ലാതെ വേറെ എവിടെയെങ്കിലും മനുഷ്യന്മാരുണ്ടെന്ന് നോക്കേണ്ട കാര്യമില്ല. വല്ലാർന്ന വദാഹലിൽ അനാം, ഭൂമിയെ അവൻ സജ്ജീകരിച്ചത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത്രയും സജ്ജീകരിച്ച ഈ മനുഷ്യൻ, ആ രക്ഷിതാവിനോട് എങ്ങനെ നന്ദി കെട്ടവനായി തീർന്നു? അപ്പോ കഫറ നന്ദികേട് കാണിച്ചു, അല്ലെങ്കിൽ അവിശ്വസിച്ചു. അക്ഫറ നന്ദിയില്ലാത്തവനാക്കി. ആ അക്ഫറ എന്താണ് അവനെ നന്ദിയില്ലാതാക്കിയത്? എത്ര മോശം എന്ന ആശയം കൂടി ഉണ്ട് കേട്ടോ. അത് വളരെ മോശമായിപ്പോയി. അവൻ നന്ദി കെട്ടവനായത് വളരെ മോശമായി. എന്ത് നന്ദികേടാണ് അവൻ കാണിച്ചിരിക്കുന്നത്? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവൻ പിതാവിനോട് എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിയാൽ എന്താണ് അവൻ കാണിച്ചിരിക്കുന്നത്? എത്ര മോശമായ പെരുമാറ്റമാണ് അവൻ പെരുമാറിയത്. അങ്ങനെ ആരോടെങ്കിലും പെരുമാറുമ്പോൾ നമ്മൾ പറയുന്നത് അതേപോലെ ഒരു പ്രയോഗമാണ് മാ അക്ഫറ എന്ന് പറഞ്ഞ പ്രയോഗം. മാ അജ്മല എന്ന് പറയും. അപ്പോ എത്ര നന്ദികെട്ട്, എത്ര മോശമായ രീതിയിലാണ് അവൻ നന്ദികേട് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വളരെ മോശമായി പോയല്ലോ. കുത്തിലെ ഇൻസാനും ഇതാണ് ഞാൻ പറയുന്നത്. ഭാഷയുടെ മനോഹാരിത, ഖുർആന്റെ വശ്യത, മനോഹാരിത, പ്രയോഗത്തിന്റെ ചാരുത, അത് ഭയങ്കരം തന്നെയാണ്. ഇത് ഖുർആൻ അറബിയിലൂടെ തന്നെ വായിച്ചാലേ നമുക്ക് മനസ്സിലാവും. കുത്തിലൽ ഇൻസാൻ മാ അക്ഫറ. എന്നിട്ട് വീണ്ടും അവനെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖ, ഏത് വസ്തുവിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? അവന്റെ ഉത്ഭവം എങ്ങനെയാണ്? ആവിർഭാവം എങ്ങനെയാണ്? അതിന്റെ ഒറിജിനൽ നമുക്കറിയാം. ഭൂമിയിൽ മനുഷ്യന്റെ രൂപം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ആ മണ്ണിൽ നിന്നാണ് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? മനുഷ്യൻ എന്ന ആ ഒരു അസ്തിത്വമാക്കി മാറ്റുന്നത് നമുക്കറിയാം. പിന്നീട് എന്താ പറഞ്ഞത്? ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. വളരെ മോശമായ, പറയാൻ പറ്റാത്ത, നിന്ദ്യമായ രണ്ടു തരം വെള്ളം, ആ വെള്ളങ്ങൾ തമ്മിൽ യോജിച്ചുകൊണ്ടാണ്. മിൻ നുത്ഫത്തിൻ അംശാജിൻ, ഇടകലർന്ന രേത് കണം. മനുഷ്യൻ പറയാൻ അറയ്ക്കുന്ന, മനുഷ്യൻ തൊടാൻ അറയ്ക്കുന്ന, അതാണ് പറയുന്നത്. ആ മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഖലഖഹു മിൻ അയ്യി ഷൈഇൻ ഖലഖഹു. അപ്പൊ അയ്യു എന്ന് പറഞ്ഞാൽ ഏതൊന്ന്? അപ്പൊ അയ്യു എന്നത് എന്താണ്? ഒരു ചോദ്യ പദമാണ്. അയ്യു ഷൈഇൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവാണ്?
ഇതിനെയാണ് അറബികൾ സംസാരിക്കുമ്പോൾ ഏഷ് എന്ന് ചോദിക്കുന്നത്. ഏഷ് എന്ന് പറഞ്ഞാൽ അയ്യു ഷെയ്. ഏഷ് അയ്യു ഷെയ്. ഞാൻ ആ ചോദ്യത്തിന്റെ പദങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വിശദീകരിക്കുന്നുണ്ട്, വരും ഇൻഷാ അല്ലാഹ്. മിൻ അയ്യു ഷെയ് ഇൻ. ഷെയ് എന്ന് പറഞ്ഞാൽ വസ്തു എന്നും അർത്ഥമുണ്ട്, ലിറ്റിൽ എന്നും അർത്ഥമുണ്ട്, കുറച്ച് എന്നും അർത്ഥമുണ്ട്. അഷ്റബു ഷെയ്അൻ മിനൽ മാ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു അല്ലെങ്കിൽ കുടിക്കുന്നു. അപ്പോൾ അതിന് ഷെയ് എന്ന് പറഞ്ഞാൽ കുറച്ച്. അതേപോലെ അത് വസ്തു അല്ലെങ്കിൽ എൻറ്റിറ്റി എന്ന അർത്ഥത്തിലുമുണ്ട്, എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും. അത് അർത്ഥത്തിലാണ് ഇവിടെ വന്നത്. അയ്യ ഷെയ്ൻ, എന്ത് വസ്തുവാണ്? മിൻ അയ്യ ഷെയ്ൻ, എന്ത് വസ്തുവിൽ നിന്നാണ്? ഖലഖഹു, അവനെ സൃഷ്ടിച്ചത്. ആര്? ഖാലിഖ് ഈ ഇൻസാനിനെ സൃഷ്ടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു ഏത് വസ്തു നിന്നാണ്. അത് മനുഷ്യനത് ചിന്തിച്ചു നോക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. മിൻ അയ്യ ഷെയ്ൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ, ഇവിടെ തന്നെ പറയുന്നുണ്ട്. മിൻ നുത്ഫത്തിൻ, ഒരു ബീജഗണത്തിൽ നിന്നാണ്. ഖലഖഹു, അവനെ സൃഷ്ടിച്ചത്. ഫഖദ്ദറഹു, ഖദ്ദറ എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്തി. അവന് സംഗതികളൊക്കെ എന്ത് ചെയ്തു? നിശ്ചയിച്ചു കൊടുത്തു. എല്ലാ സംഗതിയും നിശ്ചയിച്ചു കൊടുത്തു. ഒന്ന്, അവന്റെ ഫിസിക്കൽ എൻറ്റിറ്റി, അല്ലെങ്കിൽ അവന് ആ ഒരു വസ്തു, അവന് കാണുന്ന ആ രൂപം, ആ രൂപത്തിനെല്ലാ ഘടനയും നിശ്ചയിച്ചു കൊടുത്തു. അതേപോലെ അവന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്, എൻഡിങ് പോയിന്റ്. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിപ്പോ എത്രയോ കോടി രൂപ കൊടുത്ത് ഒരു സാധനം നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യും? ആ നിർമ്മിക്കുന്ന സാധനം എത്ര വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ എത്ര നാളുകൾ കഴിഞ്ഞ് എവിടെ എത്തിച്ചേരും? അത് ചന്ദ്രനിലേക്കുള്ള ചന്ദ്രയാൻ നമ്മൾ പോയല്ലോ. അപ്പൊ അവിടെ എത്ര ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും എത്ര ഉയരത്തിലാണ് അത് പതിക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരേണ്ടത്, എത്ര സമയത്താണ് എത്തിച്ചേരേണ്ടത്, അത് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് ആണ്, എത്ര സെക്കൻഡാണ് അത് സ്ലോ ഡൗൺ ചെയ്യേണ്ടത്, അവിടെ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും അവിടെ നിന്നുള്ള ആ പേടകം അതിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എത്ര സമയം കൊണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് അത് സോഫ്റ്റ് ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞ്, സോഫ്റ്റ് ലാൻഡിങ് നടക്കാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ശരിയായ വിക്ഷേപണം നടക്കാൻ പറ്റാതിരുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ സെക്കൻഡ്, ഇത്ര സെക്കൻഡാണ് സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ. ഇത് ആർക്കറിയാം? മാനുഫാക്ചറർക്ക് അറിയാം. മാനുഫാക്ചറിന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ചന്ദ്രയാനെ പോലുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസമാണ്. പക്ഷെ മാനുഫാക്ചറർ പറഞ്ഞു എവിടെ എത്ര സമയം കൊണ്ടാണ് എവിടെ എത്തും, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നടക്കുന്നു. അതേപോലെ മനുഷ്യന്റെ മാനുഫാക്ചറർ സൃഷ്ടാവ് പറയുന്നു അവൻ എത്ര വർഷം വരെയാണ് ജീവിച്ചിരിക്കേണ്ടത്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. മാനുഫാക്ചറർ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഡിസ്ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവൻ ലാസ്റ്റ് പോയിന്റിൽ വന്നിട്ട് അവന് ഒരുപാട് തിന്മകൾ ചെയ്തിട്ട് ലാസ്റ്റ് പോയിന്റിൽ വന്നിട്ട് അവന് റിപ്പന്റ് ചെയ്യാം, അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങാം. പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തില്ല എന്നുള്ള മനുഷ്യനെ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല. അത് വേറൊരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടിയുള്ള ഓപ്ഷൻ അവിടെ കൊടുക്കുന്നു. പക്ഷെ അത് മുൻകൂട്ടി ആകണം. റൂഹ് മരിക്കാൻ സമയത്താകരുത്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സന്ദർഭത്തിലാകാൻ പാടില്ല, മരിക്കാൻ സന്ദർഭത്തിലാകാൻ പാടില്ല. അവൻ ഏതുവരെ ജീവിക്കുമെന്നാണ് നേരത്തെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ആ മരിക്കുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മതി. മരണം ഏത് സന്ദർഭത്തിലും ആകാം എന്നൊരു കൺസെപ്റ്റ് മനുഷ്യനുണ്ടാകുമ്പോൾ മനുഷ്യൻ തിന്മ ചെയ്യാൻ മടിക്കും. മുൻകൂട്ടി അവൻ പശ്ചാത്തപിച്ച് മടങ്ങണം. അപ്പൊ അതുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അത് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സൃഷ്ടാവിനറിയാൻ ഏത് സമയം വരെയാണ് അവൻ ജീവിച്ചിരിക്കുക. അതാണ് ഖദ്ദറ എന്ന് പറഞ്ഞത്. പരിമിതപ്പെടുത്തി അല്ലെങ്കിൽ ക്രമാനുസരണം രൂപപ്പെടുത്തി എന്നൊക്കെയാണ്. ഖദ്ദറ അലൈഹി റിസുഖഹു എന്ന് പറഞ്ഞല്ലോ. ആ റിസുഖും അവിടെ എന്ത് ചെയ്തു? അവന്റെ എല്ലാവിധ വിഭവങ്ങളും, റിസോഴ്സസ്, ഓൾ ടൈപ്പ് ഓഫ് റിസോഴ്സസ്, ആ റിസോഴ്സസ് എല്ലാം എന്ത് ചെയ്തു? ക്രമപ്പെടുത്തി.
എല്ലാം ചിട്ടപ്പെടുത്തിയൊക്കെ അതിന് വേണ്ടിയുള്ള വ്യവസ്ഥയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഖദ്ദറഹു, അവനെ ക്രമാനുസൃതം രൂപപ്പെടുത്തും. ഇതൊക്കെ ചെയ്തത് ആരാണ്? ദ വൺ ആൻഡ് ഓൺലി മാനുഫാക്ചറർ, ഒരേ ഒരു സൃഷ്ടാവാണ്. ആ സൃഷ്ടാവാണ്. അവൻ വെറുതെ സൃഷ്ടിച്ച് എന്ത് ചെയ്യുന്നില്ല, അങ്ങ് ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അവൻ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞതുപോലെ അവൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സമയാസമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ അവന് ജീവിക്കേണ്ട എല്ലാ സംഗതികളും നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. വല്ലാർന്ന് വല്ലാഹാലിൽ അനാം, അതിനെ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചു. ഖലഖ ലക്കും മാഫിൽ അർദ് ജമീഅ, എല്ലാ സംഗതിയും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് വായു തരുന്നു, വെള്ളം തരുന്നു, വെളിച്ചം തരുന്നു, മഴ തരുന്നു, എല്ലാവിധ സംഗതികളും തന്നുകൊണ്ടേയിരിക്കുന്നു. കീപ്പ് ഓൺ ഗിവിങ്, പ്രൊവൈഡിങ്. അങ്ങനെ ചെയ്തവൻ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. പിന്നീട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ആഴ്ച പോകാം. സുമ്മ സബീൽ യസ്സർഹു എന്നാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാം ഒരുമിച്ച് പറയാൻ സമയം അനുവദിച്ചുകൊള്ളണമെന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളെ മൈക്ക് ഓണായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തം മൈക്ക് ഓൺ ചെയ്യാവുന്നതാണ്. ഓൺ ചെയ്തിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ എല്ലാ ഡോക്ടർമാരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ചെയ്യണം. ഞാൻ എല്ലാ ദിവസവും പേര് നോക്കുന്നില്ല, ചിലപ്പോഴൊക്കെ പേര് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അറ്റൻഡൻസ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഈ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോളോ അപ്പ് നടക്കുന്നില്ല. എല്ലാവരും ഉണ്ട്. ഓക്കെ, സംശയങ്ങൾ ഉണ്ടാകണം കേട്ടോ. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്, നമ്മൾ നാമങ്ങളുടെ അവസാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നാമങ്ങളുടെ അവസാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മിക്കവാറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഭാഷയിൽ ഒരുപാട് കാര്യങ്ങളും പഠിച്ചു, പൂർത്തീകരിച്ചു നമുക്ക് പറയാൻ കഴിയില്ല. നാമങ്ങളുടെ അവസാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു. ആ പഠിച്ച സംഗതികൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഫത്തഹ് കസർ ലമ്മ എന്ന രീതിയിലാണ് സ്ഥിരീകരിക്കുന്നത്. നാമങ്ങളുടെ അവസാനം സുക്കൂനില്ല. നാമങ്ങൾക്ക് ഫത്തഹ് വരാം, കസർ വരാം, ലം വരാം. നാമങ്ങൾക്ക് സുക്കൂനില്ല, ക്രിയകൾക്ക് കസറുമില്ല എന്നതാണ് പൊതുതത്വം. അപ്പോ ഫത്തഹ് കസർ ലം വരുന്നത്, അപ്പൊ നമ്മൾ അത് ചിന്തിച്ചു നോക്കുക. ഫത്തഹ് വരുന്നത് എപ്പോഴാണ്? അതിനെ ഫത്തഹത്ത് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അന്ത്യത്തിൽ മാറി വരുന്ന അടയാളത്വങ്ങൾക്ക് പറയുന്നത് അൽ ഫത്ഹത്തു വൽ കസ്റത്തു വൽ ലമ്മത്തു എന്നാണ് പറയുന്നത്. അൽ ഫത്ഹത്തു എന്നാണ് അതിന് പറയുന്നത്. അന്ത്യത്തിൽ മാറി വരുന്ന അടയാളങ്ങൾക്ക്. മാറാത്ത അടയാളങ്ങൾക്ക് അൽ ഫത്ഹു വൽ കസ്റു വൽ ലമ്മു എന്ന് പറയും. ഇപ്പൊ താ ഉള്ളത് എന്താണ്? മാറി വരുന്നതിനാണ് താ ചേർത്ത് പേര് പറയുന്നത്. അപ്പോ അഹ്വാലു അവാഖിരിൽ അസ്മാ, നാമങ്ങളുടെ അവസാനത്തെ അവസ്ഥകൾ. ഒന്നെന്താണ്? അൽ ഫത്ഹത്തു. ഫത്ഹത്ത് ഉണ്ടാകുന്ന പ്രധാന സന്ദർഭങ്ങൾ എപ്പോഴായിരിക്കും? ഒന്ന്, കർമ്മമായി വരിക. നാമം കർമ്മമായി വരിക. കർമ്മമായി വന്നാൽ, ഒരു ക്രിയയുടെ കർമ്മമായി വന്നാൽ, അതായത് കർത്താവ് പേരുണ്ട്, കർമ്മമുണ്ട്. അപ്പൊ കർമ്മമായി വന്നാൽ അതിന്റെ അവസാനം ഫത്ഹത്തായിരിക്കും. രണ്ടാമത്തെ കാരണം, ഒരു നാമത്തിന്റെ തൊട്ട് മുമ്പ് ഇന്ന വരിക. നാമത്തിന്റെ മുമ്പ് ഇന്ന വന്നാൽ ഈ നാമം, പ്രസ്തുത നാമം ഫത്ഹത്തുള്ളതായിരിക്കും. അതേപോലെ
നാമവാക്യങ്ങളിൽ കാന വന്നിട്ടുള്ള നാമവാക്യങ്ങളിൽ അതിൻ്റെ കാനയുടെ രണ്ടാം ഭാഗമായി വരിക, വാക്യത്തിന്റെ രണ്ടാം ഭാഗമായി വരിക. കാനല്ലാഹു ഗഫൂറർ റഹീമ. അപ്പോൾ രണ്ടാം ഭാഗമായി വന്നാൽ, കാന വന്നിട്ടുള്ള വാക്യത്തിന്റെ രണ്ടാം ഭാഗമായി വന്നാൽ ഫത്തഹത്തായിരിക്കും അതിന്റെ ആ നാമത്തിന്റെ അടയാളം. അതേപോലെ ഫത്തഹത്തുള്ള നാമത്തിന്റെ വിശേഷണമായി വരിക. ഫത്തഹത്തുള്ള നാമത്തിന്റെ വിശേഷണമായി വന്നാലും ആ നാമത്തിന് എന്തായിരിക്കും? ഫത്തഹായിരിക്കും അടയാളം. ഇതാണ് ഫത്തഹ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ, കാരണങ്ങൾ. ഇനി ഫത്തഹ കഴിഞ്ഞാൽ കസ്റത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നാമത്തിന്റെ അവസാനം കസ്റത്ത് വരുന്നത് ഒന്നുകിൽ ഇളാഫത്ത് വരിക, അബ്ദുല്ലാഹി. അപ്പോ അതിനെ അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തു. ദീനുല്ലാഹി, ഇലാഹിൻ നാസി, ഇലാഹിനെ നാസിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ നാസിന് എന്ത് വരും? കസ്റത്ത് വരും. അതേപോലെ കസ്റത്ത് വരുത്തുന്ന പദങ്ങൾ മുൻകടക്കുക. പോലുള്ള പദങ്ങൾ മുൻകടന്നാൽ എന്തുവരും? നാമം കസ്റത്തുള്ളതായി മാറും. അതേപോലെ കസ്റത്തുള്ള നാമത്തിന്റെ വിശേഷണമായി വരിക. ഇനി ലമ്മത്ത് വരുന്ന എപ്പോഴാണ്? നമുക്കറിയാം, കർത്താവായി വന്നാൽ ലമ്മത്ത് വരും. നാമം കർത്താവായി വന്നാൽ ലമ്മത്ത് വരും. പിന്നീട് കാന മുൻകടന്നാൽ ലമ്മത്തായിരിക്കും വരിക. ഫത്തഹ കസ്റോ കൊടുക്കേണ്ട കാരണങ്ങൾ മുൻകടക്കാതിരിക്കുക. ഫത്തഹ കസ്റോ കൊടുക്കേണ്ട കാരണങ്ങൾ മുൻകടക്കാതിരുന്നാൽ ലമ്മാണ്. ഇത് അടിസ്ഥാനപരമായും ലമ്മത്താണ് ഒരു നാമത്തിന്റെ അടയാളം. എന്നാൽ കർത്താവായി വരുമ്പോൾ ലമ്മത്തായിരിക്കും. കാന മുൻകടന്നാൽ ലമ്മത്തായിരിക്കും. ലമ്മത്തുള്ള നാമത്തിന്റെ വിശേഷണമായി വന്നാലും ലമ്മത്തായിരിക്കും. ഫത്തഹ കസ്റ ലമ്മ്. സുക്കൂൻ എന്നത് നാമത്തിൽ ഇല്ല. നാമങ്ങൾക്ക് സുക്കൂൻ ഇല്ല. നമ്മൾ പഠിച്ചതാണല്ലോ. ഇനി ചോദ്യ പദങ്ങൾ കുറെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അറഅയ്ത, ആ പഠിച്ചു. അറഅയ്ത, അലം തറ, അവിടെയൊക്കെ ആ പഠിച്ചു. ആണോ ഉണ്ടോ. അതേപോലെ ഹൽ അതാക ഹദീസുൽ ഗാശിയത്തി, ഹൽ പഠിച്ചു. ആണോ ഉണ്ടോ. മൻ, ആര്, നമുക്കറിയാം, പഠിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക, കൈഫ എങ്ങനെ നമ്മൾ പഠിച്ചു. കം, എത്ര, അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതാണ്. കം, എത്ര. അയ്യു ഷൈഇൻ, അയ്യു നമ്മൾ പഠിച്ചു. അയ്യു ഏത്. ഐന, എവിടെ. ഐന ശുറക്കാഉക്കും, നിങ്ങളുടെ പങ്കാളികൾ എവിടെ. മത, എപ്പോൾ. മത, എപ്പോൾ. വെൻ. അതേപോലെ മ, എന്ത്. മായും വരും, അതേപോലെ മാതായും വരും, എന്ത്. അയ്യാന, സൂറത്തു നാസിആത്തിൽ വരുന്നൊരു പദമാണ് അയ്യാന, എപ്പോഴാണ്. എപ്പോഴാണ് സംഭവിക്കുക എന്നാണ്. യസ്അലൂനക അയ്യാന മുർസാഹ, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, എപ്പോഴാണ് അത് സംഭവിക്കുക. എപ്പോഴാണ്. അയ്യാന, എപ്പോഴാണ്. ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യ പദങ്ങൾ, ചോദ്യത്തിന് ഉപയോഗിക്കുന്ന പദങ്ങൾ.
മോർ ദാൻ 76%, ഏകദേശം 80% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രാമർ അടിസ്ഥാനമാക്കിയും അതേപോലെ വൊക്കാബുലറി പദങ്ങൾ വെച്ചുകൊണ്ട് നോക്കിയാലും നമ്മൾ 76 പഠിച്ചിട്ടുണ്ട്. ഒരു പേജിലെ 100 പദങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, കൂട്ടത്തിൽ പേജ് 5 നിങ്ങൾ വായിച്ചു നോക്കുക. പേജ് 5 ഇവിടെ വായിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം പോരാ, നമ്മൾ പല പ്രാവശ്യം വായിച്ചതാണ്. വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ബശ്ശറ സന്തോഷ വാർത്ത അറിയിച്ചു, ബശ്ശിർ നീ സന്തോഷ വാർത്ത അറിയിക്കൂ, അതൊരു പുതിയ പദമാണ്. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന പദങ്ങൾ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഒക്കെ. മറ്റൊരു പദം കുല്ലമാ റുസിഖു മിൻഹ മിൻ സമറത്തൻ റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖനാ മിൻ ഖബൽ. ഇവിടെ 2 പദം പാസീവ് വോയിസ് ആയിട്ട് വന്നിട്ടുണ്ട്. കുല്ലമ എന്ന് നമുക്കറിയാത്ത, നമുക്ക് പഠിച്ചിട്ടില്ലാത്തതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിവൈസ് ചെയ്തപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. കുല്ലമ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിലെല്ലാം. റുസിഖ അവൻ വിഭവം നൽകപ്പെട്ടു, റുസിഖു അവർ വിഭവം നൽകപ്പെട്ടു, ആഹാരമായി നൽകപ്പെട്ടു. മിൻഹ മിൻ സമറത്തിൻ, സമറത്ത് പുതിയ പദമാണ്. സമറത്ത് ഫലം, പഴവർഗ്ഗങ്ങൾ. മിൻ സമറത്തൻ റിസ്ഖൻ ആഹാരമായി ഏതെങ്കിലും ഒരു പഴം അവർക്ക് നൽകപ്പെട്ടാൽ, റുസിഖു ആഹാരമായി നൽകപ്പെട്ടാൽ. ഖാലു ഹാദല്ലദീ റുസിഖന ഞങ്ങൾ നൽകപ്പെട്ടു, മിൻ ഖബൽ നേരത്തെ തന്നെ. ഇപ്പൊ മിൻ വന്നാൽ ഖബലിന് ഫതഹ കസ്റാണ് വരേണ്ടത്, കസ്റത്താണ് വരേണ്ടത്. അതേസമയം ഖബലിൽ അവസാനിക്കുന്നുവെങ്കിൽ മിൻ ഖബലു എന്നായിരിക്കും വരിക. ഖബലിന് ശേഷം വേറൊന്നിനോട് ചേർത്ത് പറയുമ്പോൾ ഖബിലി, മിൻ ഖബിലി എന്ന് വരും. അതേപോലെ ഉത്തൂബിഹി മുത്തശാബിഹ, ഉത്തൂബിഹി മുത്തശാബിഹ. അത്ത വന്നു, അത്ത വന്നു. ഉത്തിയ വരപ്പെട്ടു, വരപ്പെട്ടു. അപ്പോ ഉത്തിയ അവൻ വരപ്പെട്ടു, ഉത്തു അവർ വരപ്പെട്ടു. ഈ വരപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ബി വരും. ഉത്തു ബി, ബി വന്നാൽ എന്തായി? കൊണ്ടുവരപ്പെട്ടു. ഉത്തു ബിഹി അവർ കൊണ്ടുവരപ്പെട്ടു. മുത്തശാബിഹൻ പരസ്പര സാദൃശ്യമുള്ളതായി. മുത്തശാബിഹൻ എന്ന് പറഞ്ഞത് ഹാലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരസ്പര സാദൃശ്യമുള്ളതായി അവർക്ക് കൊണ്ടുവരപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്കത് നൽകപ്പെട്ടു. ലഹും ഫീഹ അസ്വാജിൻ, വാ ഉണ്ട് കേട്ടോ. നമ്മൾ വായിക്കുമ്പോൾ അത് ആ വാക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വാ മാറ്റിയിട്ട് പറയുന്നത്. ലഹും, അതേപോലെ ഉത്തു എന്ന് ഞാൻ പറഞ്ഞു. ലഹും ഫീഹ അസ്വാജിൻ, സൗജിന്റെ ബഹുജനം അസ്വാജ്. മുതഹറത്ത് നേരത്തെ പറഞ്ഞു. ബഹും ഫീഹ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളാണ്, പെർമനന്റ് വിസക്കാരാണ്. ഇന്നല്ലാഹ ലാ യസ്തഹ്യി. അപ്പോ ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ് ഇസ്തഹ്യ. ഇസ്തഹ്യ യസ്തഹ്യി, ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു. അപ്പോ ഇസ്തഹ്യ ഹദാ പോലെയാണ് അവസാനം വരുന്നത്. ഇസ്തഹ്യ യസ്തഹ്യി. യദ്രിബ മസലൻ, വറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉപമ വിശദീകരിച്ചു, ഉദാഹരണം വിശദീകരിച്ചു. മാ ബഅൂദതൻ, കൊതുക്. ഫമാ ഫൗഖഹ, അവയിലെ മുകളിലുള്ളതിനെയും. അമ്മല്ലദീന ആമനു, ഫമാ ഫൗഖഹ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഫമാ ഫൗഖഹ എന്ന് പറയുമ്പോൾ മാ ബഅൂദതൻ ഫമാ ഫൗഖഹ. അപ്പോൾ ആ കൊതുകിനെയും അതിൻ്റെ മീതെയുള്ളതിനെയും നമ്മൾ ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൊതുകിനെയും അതിനേക്കാൾ ചെറുതിനെന്നൊക്കെ പറഞ്ഞു കഴിയും. അങ്ങനെയല്ല ഉദ്ദേശം. അങ്ങനെ തന്നെ ആയിക്കോണമെന്നില്ല. ഒരുപക്ഷെ അന്നുള്ളവർ അങ്ങനെ മനസ്സിലാക്കിയേക്കാം. അങ്ങനെയല്ല. ഫമാ ഫൗഖഹ എന്ന് പറഞ്ഞാൽ കൊതുകിന്റെ മീരെ ഉള്ളത്, ഫൗഖ എന്ന് പറഞ്ഞാൽ മീരെ. കൊതുകിനെയും അതിന്റെ അപ്പുറമുള്ളതിനെയും അല്ലെ അതിന്റെ മീരെ ഉള്ളതിനെയും ഉദാഹരിക്കാൻ അള്ളാഹു നാണിക്കുന്നില്ല, ലജ്ജിക്കുന്നില്ല. ഇപ്പൊ കൊതുകിന്റെ ചിറകിന്റെ മീതെ തന്നെ ഒരുപാട് ജീവികൾ അവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ രോഗങ്ങളെയൊക്കെ അത് പകർത്തുന്നത്, വൈറസുകളെയൊക്കെ പകർത്തുന്നത്.
അപ്പൊ ഫമാ ഫൗഖഹ എന്നത് പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഫമാ ഫൗഖഹ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് ഒരുപാട് ജീവജാലങ്ങളെ അതിന്റെ ചിറകിന്റെ മേൽ വഹിക്കുന്നുണ്ട്. അമ്മല്ലദീന ആമനു ഫയഅലമൂന, എന്നാൽ അല്ലദീന ആമനു യഅലമു, അല്ലദീന ആമനു വിശ്വാസികൾ ഫയഅലമൂന, അവരറിയുന്നു, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, സത്യം അവരുടെ രക്ഷിതാവിൽ നിന്നുള്ളതാണ്. അമ്മല്ലദീന കഫറു ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ, മാദാ എന്താണ്, നേരത്തെ നമ്മൾ പഠിച്ച ചോദ്യം, അറാദല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചത്, ബിഹാദ ഇത് മുഖേന, മസലൻ ഉദാഹരണമായി. യുദില്ലു വല്ല വഴിതെറ്റി, വല്ല വഴിതെറ്റി, അവല്ല വഴിതെറ്റിച്ചു, നസല ഇറങ്ങി, അൻസല ഇറക്കി പറയുന്നത് പോലെ. അപ്പോൾ അതല്ല എന്ന് പറഞ്ഞാൽ വഴിതെറ്റിച്ചു, അതിന്റെ അപൂർണ ക്രിയയാണ് യുദില്ലു. യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, വമാ യുദില്ലു ബിഹി അത് മുഖേന വഴി തെറ്റിക്കുകയില്ല, ഇല്ലൽ ഫാസിഖീൻ അധർമ്മകാരികളെ അല്ലാതെ. അപ്പോ വഴികേടിലായി പോകുന്നതിന് കാരണം അള്ളാഹു അങ്ങനെ അവനെ വഴികേടിലാക്കി എന്നതല്ല, അവനൊരു അധർമ്മകാരിയായി എന്നതുകൊണ്ടാണ്. അവൻ്റെ അധർമ്മകാരിയാണ്, അവനത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി, അങ്ങനെ അവൻ ചെയ്തു പോയി, അങ്ങനെയാണ് അവൻ തെറ്റിന്റെ വാഹനായി തീർന്നത്, ശിക്ഷയുടെ വാഹനായി, ശിക്ഷ അർഹിക്കുന്നവനായി തീരുന്നത്. അല്ലതിനെ യൻഖുദൂന, നഖദ യൻഖുദൂ, നഖദ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു. യൻഖുദൂന അഹ്ദല്ലാഹി, അള്ളാഹിനോടുള്ള കരാർ, അള്ളാഹുവിന്റെ കരാറിനെ പൊട്ടിക്കുന്നവർ. മിൻ ബഅദി മീസാഖിഹി, മീസാഖ് ഉറപ്പിക്കൽ. വയഖ്തഊന, ഖത്അ മുറിച്ചു, വയഖ്തഊന അവർ മുറിക്കുകയും ചെയ്യുന്നു. മാ അമറല്ലാഹു ബിഹി അൻ യൂസല, ഔസല യൂസിലു ബന്ധിപ്പിച്ചു, അല്ലെ യോജിപ്പിച്ചു. അൻ യൂസല യോജിപ്പിക്കുവാൻ, യോജിപ്പിക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചതിനെ അവൻ എന്ത് ചെയ്യുന്നു, യഖ്തഊന അവർ മുറിക്കുന്നു. വയുഫ്സിദൂന, അഫ്സദ യുഫ്സിദു, വയുഫ്സിദൂന അവർ കുഴപ്പത്തിലാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു, ഫിൽ അർദി ഭൂമിയിൽ. ഉലൈക അവർ, ഹുമുൽ ഖാസിറൂൻ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. കൈഫ തക്ഫുറൂന ബില്ലാഹി നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. മാ അക്ഫറഹു എന്നതിന്റെ മറ്റൊരു വേറെ തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹി, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൽ അവിശ്വസിക്കുന്നത്. അപ്പൊ കുന്തും അംബാത്തൻ, നിങ്ങൾ നിർജീവമായിരുന്നു. അതായത് ഇവിടെ മയ്യത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു, നിർജീവമായി മണ്ണിൽ ലയിച്ച ആളുകളായിരുന്നു നിങ്ങൾ. അംബാത്തൻ നിർജീവമായിരുന്നു. അപ്പൊ അഹ്യാക്കും, അങ്ങനെ അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി, അഹ്യ ജീവിപ്പിച്ചു. തുമ്മ യുമീത്തുക്കും, അമാത്ത മരിപ്പിച്ചു, യുമീത്ത് മരിപ്പിക്കുന്നു. തുമ്മ യുമീത്തുക്കും പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കും. തുമ്മ യുഹ്യീക്കും, അഹ്യ യുഹ്യീ ജീവിപ്പിക്കും, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കും. തുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. റജഅ മടങ്ങി, യർജിഉ മടങ്ങുന്നു, യുർജഉ മടക്കപ്പെടുന്നു, തുർജഊന നിങ്ങൾ മടക്കപ്പെടുന്നു. ഹുവല്ലദീ ഖലഖ ലക്കും, അവനാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. ഹുവ ആദ്യം പറഞ്ഞു, അല്ലദീ ഹുവല്ലദീ ഖലഖ അവനാണ് സൃഷ്ടിച്ചത്, ലക്കും നിങ്ങൾക്ക്, മാ ഫിൽ അർളി ഭൂമിയിലുള്ളതിലൊക്കെയും, ജമീഅൻ ഒക്കെയും എല്ലാം. തുമ്മസ്തവ പിന്നീട് അവൻ ഇസ്തവ ഇല സമായി ആകാശത്തിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ഇസ്തവ ഇല ലേക്ക്, ഇല സമായി ആകാശത്തിലേക്ക് തിരിഞ്ഞു. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടനായി. പിന്നീട് അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു. ഫസവ്വാഹുന്ന അങ്ങനെ അവയെ അവൻ നേരെയാക്കി, സവ്വ നേരെയാക്കി. സബഅ സമാവാത്തിൻ 7 ആകാശങ്ങളായിട്ട്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം അവൻ എല്ലാത്തിനെ കുറിച്ചും നന്നായി അറിയുന്നവനാണ്. അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് 1-2 വാക്കുകൾ പുതിയതായിട്ടുണ്ടാകും. ആ പുതിയ വാക്കിന്റെ അർത്ഥം മാത്രം നിങ്ങൾ പരിഭാഷ നോക്കി വായിച്ചു മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നിരന്തരം നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ പോകണം.
അപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത മാർക്ക് ചെയ്ത ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. ഞങ്ങൾ പഠിച്ച ഭാഗങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിൽ കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഖുർആനിൽ പഠിച്ച ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഇതിൽ ഖുർആൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക, ചിന്തിക്കുക, മറ്റവർക്ക് പഠിപ്പിച്ചെടുക്കുക. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ മൈക്കെല്ലാം ഓണാണ്. നിങ്ങൾ സ്വയം അവിടെ എന്ത് ചെയ്യണം? മൈക്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതാത് ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത് വിതിൻ ദിസ് വീക്ക്, ഈ വീക്കിൽ പഠിപ്പിച്ചത് ഇതേ വീക്കിൽ തന്നെ പഠിച്ചു തീർക്കാൻ നോക്കണം. നമ്മൾ പരീക്ഷ ഒരു സുപ്രഭാതത്തിൽ പരീക്ഷ പ്രഖ്യാപിക്കും. പിന്നെ ഒരാഴ്ച ഉണ്ടാവുള്ളൂ. അടുത്ത ആഴ്ച പരീക്ഷ ആണെന്ന് പറയുമ്പോൾ ഒരാഴ്ച ഉണ്ടാവും. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതാത് ദിവസങ്ങളിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങളും വ്യാകരണവും അതേപോലെ പ്രാക്ടിക്കൽ പേജും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി പഠിച്ച് പൂർത്തീകരിച്ച് വെക്കണം. എപ്പോൾ പരീക്ഷ നിർദ്ദേശം വന്നാലും അപ്പോൾ പരീക്ഷ എഴുതാൻ റെഡി ആയിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പണ്ട് ആനയെ കെട്ടിയിട്ടിട്ട്